ഷെയിൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6, 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ഏകാന്തതയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. സ്വകാര്യത പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കണം. വിയാനിപുണ്യവാൻ നിമിഷ നേരങ്ങൾ മാത്രമല്ല, മണിക്കൂറോളം നിശബ്ദമായി പ്രാർത്ഥിക്കുമായിരുന്നു. കതകടയ്ക്കുക എന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പുറത്തുള്ള നിൻ്റെ വിചാരങ്ങൾ, നിൻ്റെ ചിന്തകൾ, അതിനെല്ലാം നീ ഒരു കതക് അടയ്ക്കുന്നത് പോലെ അടയ്ക്കണം. നിന്നിലേക്ക് തന്നെ നീ തിരിയണം. നിന്നിലുള്ള കർത്താവുമായിട്ട്, നിന്നിലുള്ള ഈശ്വരനുമായിട്ടുള്ള ഒരു സംഭാഷണം. മണിക്കൂറോളം വിയാനിപുണ്യവാൻ സക്രാരിയെ നോക്കിയിരിക്കുമായിരുന്നു. അതുപോലെ നിൻ്റെ നിശബ്ദതയിൽ നിന്നെ അറിയുന്ന തമ്പുരാനുമായിട്ടുള്ള വാചാലതയാണ് നിൻ്റെ പ്രാർത്ഥന എന്ന് തിരിച്ചറിയാൻ ഈ നോമ്പ് അവസരത്തിൽ തിരുസഭ നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. നിശബ്ദതയിലും സ്വകാര്യതയിലും കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അങ്ങനെയുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം നിശബ്ദതയിൽ കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഷെയിൻസ്റ്റാട്ട് കപ്പേളകൾ നിശബ്ദതയുടെ പ്രാർത്ഥനയുടെ സ്ഥലങ്ങളാണ്. ഇന്ന് കുറച്ച് സമയമെങ്കിലും നിശബ്ദമായിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ നമുക്ക് കുറച്ച് സമയം ഇന്നേ ദിവസം ചെലവഴിക്കാം. പ്രായോഗികമായി നിശബ്ദതയിൽ പ്രാർത്ഥിക്കുവാനായി കുറച്ച് സമയമെങ്കിലും ഇന്നേ ദിവസം നമുക്ക് നീക്കിവെക്കാം. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.